ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രണവിന്റെ ഹൃദയത്തിലല്ല, ഹൃദയം എന്ന് പറയുന്ന മൂവിയിലെ മിന്നൽ കൊടിയുടെ ആ ഒരു പാട്ട്. അതിന്റെ വിഷ്വൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അല്ലേ. പടം കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ഈ പാട്ട് എന്ന് പറയുന്നത് ഏകദേശം ഇതിന്റെ ഒരു സോൾ അല്ലെങ്കിൽ ഒരു നല്ലൊരു മൊമെന്റിലാണ് ഈ ഒരു പാട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം. ഭയങ്കര പ്രത്യേകതകളാണ് ആ പാട്ടിന്. ഞാൻ കൊറേ ആയിട്ട് വിഷ്വല് കാണണം, കാരണം രണ്ടാമതും പടം പോയി കാണാന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല. അതുകൊണ്ടിട്ട് ഞാനിത് വെയിറ്റിംഗ് ആയിരുന്നു. എന്തായാലും നാളെ റിലീസാണ്. നാളെ റിലീസാണല്ലേ? നാളെ. ഓക്കെ, നാളെ. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. அவ்வளவு அயன்காரனை கொண்டு அதுக்கு என்ன நல்லா யோசிச்சாரு, எல்லாமே யோசிச்சு அக்காவா பிளான் பண்ணி கொண்ட. நான் என்ன மலையாளி நினைச்சியா? தமிழன்டா, பச்சை தமிழன். നമുക്കതാ പറയാനില്ല. അതങ്ങനെ அப்பா அம்மா நிம்மதியா தூங்கணும், அதுக்கு மேல என்ன இருக்கு? ഓ, ആ ഡയലോഗ് അവസാനിച്ചല്ലേ, നല്ലോണം ടച്ച് ആക്കി കളഞ്ഞു പാട്ട്. അതെ, കാരണം എന്താ വെച്ചാല് മെയിനായിട്ട് ഇതിന്റെ ഒരു സോള് ഈ പടത്തിന്റെ ഒരു സോളാണ് ആക്ച്വലി ഈ ഒരു ക്യാരക്ടർ സെൽവ അല്ലെ. ഭയങ്കരം നമ്മള് പടത്തില് ശരിക്ക് നമ്മള് കണ്ടു കഴിയുമ്പോ അല്ലെ ഭയങ്കരമായിട്ട് നമ്മളെ എന്ത് ഇമോഷണലായ പടത്തിന്റെ കഥ ആലോചിച്ച പടം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ഫീല് നമുക്ക് ഷുവറായിട്ടും കിട്ടും. കാരണം നമ്മള് ആ തിയേറ്ററിൽ അത്രയും എക്സ്പീരിയൻസ് ചെയ്ത് അത്രയും ആ ഒരു പടത്തിന്റെ നമ്മൾ പറയില്ലേ നട്ടെല്ല് എന്നൊക്കെ പറയാം അല്ലെ. സെൽവ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ഈ സിനിമയിൽ. സോ അത് നമുക്ക് ഇപ്പൊ ചെറുതായിട്ട് അതെനിക്ക് കഥ മനസ്സിൽ അതുണ്ടാവും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കില് ചില സോങ് കേൾക്കുമ്പോ അത് അങ്ങനെയാണ്. കാരണം പ്രത്യേകിച്ച് എനിക്ക് മറ്റേ പാട്ടില്ലേ മറ്റേ എൻജോയ് എൻജാമില്ലേ, അതിനകത്ത് ആ പാട്ട് കേൾക്കുമ്പോഴോ അവസാനം വരുമ്പോ എനിക്കറിയില്ല അത് വരുമ്പോ, കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ പാട്ട് വരുന്നത്. അപ്പൊ ഓരോരുത്തർക്ക് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് ആ കഥയൊക്കെ അറിയാവുന്നത് കൊണ്ടിട്ട് ആ പാട്ട് വരുമ്പോ പിന്നെ കാണുമ്പോഴും ആ മൊമെന്റ്സ് ഒക്കെ കാണുമ്പോ എന്ന് വെച്ചാൽ നമ്മളത്
അതിന്റെ വിജയം ആർക്കാ ശരിക്കും? അതെ, നമുക്ക് അതെ, അത്രയും അതെ, അതായത് അതെ. നമ്മളുടെ ഓരോ ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ അത് ശരിക്കും മാജിക് ആണ്. ഈ സിനിമ നമുക്ക് കാണുമ്പോൾ തന്നെ തിയേറ്ററിൽ നമുക്ക് ചെറുതായിട്ടെങ്കിലും ഓരോ സ്ഥലത്ത് കണ്ണ് നനഞ്ഞിരിക്കും. അത് എന്തുകൊണ്ടാ വെച്ചാൽ അത്രയും ഫീലാണ് അത്. നമ്മൾ സറൗണ്ടിങ്സിൽ ആ സൗണ്ട് സിസ്റ്റത്തോടു കൂടി വിഷ്വലി കാണുന്ന സമയത്ത് നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് നമ്മൾ കഥയുടെ കൂടെ എഴുകിച്ചേർന്ന് നമ്മൾ പോവാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ഇത് വരും. പിന്നെ എന്താ പറയാ, ഈ പാട്ടിന്റെ അകത്ത് നമ്മൾ കേൾക്കുന്ന വോയിസസ് അല്ലെ ഭയങ്കര എന്ത് രസമായിട്ടാ പാടിയിരിക്കുന്നത് അല്ലെ. ശരിക്കും അതായത് 4 പേര് ഓൾമോസ്റ്റ് പാടിയിട്ടുണ്ട് ഇതിനകത്ത്. നമ്മളെ മ്യൂസിക് ഡയറക്ടറായ ഹിഷാം അബ്ദുൽ വഹാബ്, അതുപോലെ ചിത്ര ചേച്ചിയുടെ സൗണ്ട്, ആ ഒരു പോർഷൻ അത് വരുമ്പോ നമ്മൾ അങ്ങോട്ട് അല്ലെ ആ പാട്ടിന്റെ വേറൊരു ലെവലിലോട്ട് എത്തിക്കുകയാണ് ആ ഒരു പോർഷൻ വരുന്നത്. പിന്നെ നമ്മുടെ റൊമാൻറ്റിക് അല്ലെങ്കിൽ മെലഡീസ് പാടുന്ന സച്ചിൻ വാര്യരും പാടിയിട്ടുണ്ട്. പിന്നെ ഒരു പുതിയ സിംഗറാന്ന് തോന്നുന്നു മക്ബുൽ മൻസൂർ, അത് അവരും നന്നായിട്ട് ഏകദേശം 4 പേരുടെയും വോയിസ് ആ ഒരു ഭയങ്കരമായിട്ട് സിങ്ക് ആയിട്ടാണ് വരുന്നത്. പിന്നെ വേറെ കാര്യം പറയട്ടെ, ഈ ഒരു സോങ് എനിക്ക് തോന്നുന്നു ഇറക്കാത്ത എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറെ മെയിൻ സാധനങ്ങളാണ്. അതുകൊണ്ടാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ പാട്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു ബീറ്റും ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു AR റഹ്മാൻ ടച്ച് ആദ്യം അത് നമ്മള് കാരണം ആ ഒരു ടച്ച് ഉണ്ടല്ലോ, ആ ഒരു ഭയങ്കരമായിട്ട് AR റഹ്മാന്റെ ഒരു ടച്ച് നമ്മൾ എപ്പോഴും ഹിഷാമിന്റെ ഇന്റർവ്യൂസ് കണ്ടാൽ പറയാറുണ്ട് എപ്പോഴും. കാരണം വെച്ചാൽ AR റഹ്മാൻ ആണ് ആളുടെ ഒരു മെയിൻ ഇൻസ്പിറേഷൻ. അപ്പം അത് കറക്റ്റായിട്ട് ഈ ഒരു സോങ്ങിൽ നമുക്ക് മനസ്സിലാവും ആൾ അത്രയും ഒരു ഫാൻ ബോയ് ആണ് AR റഹ്മാന്റെ അല്ലെ. ആ ഒരു ഗംഭീര കോമ്പോസിഷൻ. അതെ, വിഷ്വല് കാണുകയാണെങ്കിൽ വിഷ്വലിന്റെ അകത്ത് നമ്മൾ കുറെ ആൾക്കാരെ കാണിക്കുന്നുണ്ടല്ലേ, ആ ഒരു കമ്പൈൻ സ്റ്റഡിയും നമ്മളെ ഗെയിൻ ആ ഒരു പടത്തിലേക്ക് നമ്മളൊന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുറെ അധികം സോങ് ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ മറ്റേ പൊട്ട് തൊട്ട് ആ ഒരു സോങ് ഉണ്ട്, പിന്നെ ദർശനൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സോങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇമോഷണൽ. അതെ, ഞാൻ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പടം നമ്മൾ റിവ്യൂ ഇട്ടപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാട്ടാണ് എന്റെ മനസ്സിൽ പടം കഴിഞ്ഞപ്പോഴും. കാരണം വെച്ചാല് ഇതിന്റെ ഒരു ബീറ്റ്, ആ ഒരു സംഭവം, ആ ഒരു തോഴ എന്ന് പറഞ്ഞിട്ടുള്ള അത് ആ കറക്റ്റ് സിറ്റുവേഷനോട് കൂടി യോജിപ്പിച്ചിട്ടുള്ള ആ ഒരു പാട്ടിന്റെ ലൈൻസ് കാര്യങ്ങളൊക്കെ ഒരു മാസ്റ്റർ പീസ് തന്നെയാണ് സോങ്. പിന്നെ വിഷ്വലി അത്രയും ഭംഗിയിൽ കാണിച്ചത് കൊണ്ടാണ് നമുക്ക് ഇമോഷണലി വരുന്നത്. അതിന് നമ്മൾ വിനീത് ശ്രീനിവാസൻ ഹാറ്റ്സ് ഓഫ് അല്ലെ. വിനീത് ശ്രീനിവാസൻ മാത്രമല്ല അതിന്റെ സിനിമോട്ടോഗ്രാഫി ചെയ്ത ആളും എല്ലാം, എഡിറ്റർ ആയാലും എല്ലാം ഗംഭീരം. നമ്മളത് ഓൾറെഡി റിവ്യൂല് പറഞ്ഞതാണ് എല്ലാ കാര്യം. സോ റിവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. കാരണം പടം കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും നമ്മളെ എക്സ്പീരിയൻസ് നമ്മൾ അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പടം കണ്ട സമയത്ത് അത് നിങ്ങൾക്ക് പോയിട്ട് കാണാവുന്നതാണ്, ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങൾ ആ ഒരു ഫീല് കേട്ട് നോക്കി കാണല്ല, കാരണം നമ്മളെ വിഷ്വൽ നമ്മള് പാട്ട് കേട്ടിട്ടുണ്ടാവും പക്ഷെ വിഷ്വല് നമ്മള് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് കാണാണ്. എന്താ പറയാ, നമുക്ക് ആ ഒരു ഹാൻഡി ഫോമിനകത്ത് എന്തായാലും നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു പ്രാവശ്യം തിയേറ്ററിൽ കാണാം. ഷുവർ ആയിട്ട് നമ്മൾ ഇല്ല, ഇനി അവസരമുണ്ട്. പടം പോയില്ല, പക്ഷെ നമുക്ക് പറ്റുന്നില്ല. ആണ് ഞാൻ പോവായിരിക്കും അപ്പൊ തന്നെ നമ്മള് മെയിനായിട്ട് പ്രശ്നം പറയുന്നത് ജോലി തന്നെയാണ്. അത് എല്ലാ പ്രാവശ്യം ഒക്കെ ഇന്ന് പോവാ, ഹൃദയം കാണാൻ പോവാ, നടക്കില്ല പ്രശ്നമില്ല, കുഴപ്പമില്ല. നമ്മള് ഇനി ഹോട്ട്സ്റ്റാറിലാണ് ഇപ്പൊ വരുന്നത്, പക്ഷെ എന്നാലും നമ്മൾക്ക് തിയേറ്ററിൽ തന്നെ ഒരു പ്രാവശ്യം കൂടി കാണാം. മറ്റേ ഇതിനകത്തും കാണാം കേട്ടോ, പക്ഷെ എന്നാ അറിയണ്ടേ എക്സ്പീരിയൻസ് രണ്ടും ഡിഫറൻസ്. അത് ബോക്സ് ഒക്കെ നന്നായിട്ട് വെച്ചിട്ട് കാണുകയാണെങ്കിൽ, പക്ഷെ എന്നാലും ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായാലും കിട്ടില്ല. ഞാൻ ഇവിടെ പോയി കാണുന്നല്ലോ ഉറപ്പാണ്. അപ്പൊ എന്തായാലും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.